സംഘപരിവാർ ക്രിമിനലായ സുഗുണൻ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രണ്ട് മന്ത്രിമാരുടെ പ്രതികരണം കേരളം ശ്രദ്ധിക്കണം. അറസ്റ്റ് ചെയ്തത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസാണ്. അറസ്റ്റിനെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയും വട്ടിയൂർക്കാവ് MLA കൂടിയായിട്ടുള്ള കെ മുരളീധരന്റെ പ്രതികരണവും നാട് ശ്രദ്ധിക്കണം. ആർക്കാണ് സംഘി ബന്ധമെന്നും വട്ടിയൂർക്കാവിൽ ജയിച്ചതിൽ സംഘികളോട് വിധേയത്വം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ പറയണം. എന്തായാലും കേരളത്തിലെ ഒരു സംഘപരിവാർ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അത് അഭിനന്ദനാർഹം തന്നെ. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാ പ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാനാ. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരുടെ തോക്കുന്നു? അങ്ങനെ ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല. കേട്ടല്ലോ, പോലീസ് ചെയ്തൊരു പ്രവൃത്തി, പ്രത്യേകിച്ച് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള കൊടും ക്രിമിനലായിട്ടുള്ള സുഗതൻ കൗൺസിലറാക്കി അദ്ദേഹത്തിന് പ്രത്യേക പരിരക്ഷ BJP ഒരുക്കിയിരിക്കുകയാണ്. 5ഓളം വധശ്രമ കേസിലെ പ്രതി ഇത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, കോൺഗ്രസുകാർ, സംഘപരിവാറുകാർ, ലീഗുകാരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ആ വ്യക്തിക്കെതിരെ നിരന്തരം ഉറഞ്ഞു തുള്ളിയെന്നെ. ഇത് സംഘപരിവാറുകാരനായതുകൊണ്ട് ലീഗിനാണെങ്കിൽ പിന്നെ കണ്ട ഭാവമേ ഇല്ല, വാ തുറക്കുന്നില്ല. കോൺഗ്രസുകാരുടെ പ്രതികരണം എന്താണെന്ന് കഴിഞ്ഞ 8 വർഷമായി ആ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ തോൽപ്പിച്ചിട്ട് കോൺഗ്രസ് വിജയിച്ചു വന്നതിന് ശേഷം അവിടെ ആരുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചതെന്ന് കെ മുരളീധരന്റെ ഈ പ്രതികരണം മാത്രം കേട്ടാൽ മതി. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ് പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. കേട്ടല്ലോ, എന്തൊരു അനുകമ്പയാണ് ഒരു സംഘി ക്രിമിനലിനോടുള്ളത്. അതായത് CIA SIA കഴുത്തിന് കുത്തിപ്പിടിച്ച് മതിലിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ച കൊടും ക്രിമിനൽ, കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കി കീഴടങ്ങാൻ പറഞ്ഞിട്ടും അതിന് തയ്യാറാകാതെ പതുങ്ങി നടന്നവൻ, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ആളെ കൂട്ടി പോലീസുകാർക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ പരിശ്രമം നടത്തിയ വ്യക്തി, അയാൾക്ക് നേരെയല്ല ആകാശത്തേക്ക് ഒരു വെടി വെച്ചപ്പോ ആ വെടി നമ്മുടെ കെ മുരളീധരന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ സംഘപരിവാറിനുണ്ടായ അതേ വിഷമം, അതേ വേദന അത് മുരളീധരനിലേക്കും എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള അകലം എത്രത്തോളം ഉണ്ടെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതാണ്. ഇന്നലകളിൽ ചെയ്ത പ്രത്യുപകാരത്തിന് നമുക്ക് ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ പറ്റൂ, അവരുടെ വേദനയോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷെ അവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ചെന്നിത്തലയുടെ പ്രതികരണം കൃത്യമാണ്. നല്ല കാര്യത്തെ നല്ല കാര്യമെന്ന് തന്നെ നമ്മൾ പറയണ്ടേ. അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ SHO ആയിട്ടുള്ള വെബിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും വിപിൻ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ താല്പര്യമാണെന്ന് വളച്ചൊടിച്ചുകൊണ്ട് കൊടും ക്രിമിനലിനെ ന്യായീകരിക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥനെ പിന്തുണച്ച് രംഗത്തെത്തിയ ചെന്നിത്തലയുടെ പ്രതികരണം അത് അദ്ദേഹത്തിന്റെ സംഘപരിവാർ നിലപാടായിട്ട് തന്നെ ഉയർത്തിക്കാട്ടണം. VD സതീശനും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള പലർക്കുമില്ലാത്ത നിലപാട് ചെന്നിത്തലയ്ക്കുണ്ടെന്ന് കോർപ്പറേഷനിലെ ഒരു ക്രിമിനൽ കൗൺസിലറെ അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോ മേയർ ഉൾപ്പെടെയുള്ളവർ ആഭ്യന്തരമന്ത്രിയെ കാണുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJP കൗൺസിലർ R സുഗതനെ അറസ്റ്റ് ചെയ്തതിൽ മേയർ VV രാജേഷ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നേരിൽ കാണും. വട്ടിയൂർക്കാവ് SHO വിപിനും SI അഭിജിത്തും ചേർന്നാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് എന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് BJPയുടെ ആവശ്യം. ഇക്കാര്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടാനാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുക. കേരളത്തിൽ പതിവില്ലാത്തൊരു കാഴ്ചയാണ്, സംഘപരിവാറുകാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻ ആഭ്യന്തരമന്ത്രിയെ കാണാൻ ഒരു BJP നേതാക്കന്മാരും ഒരുമ്പെട്ട് പോയ ചരിത്രമില്ല. പക്ഷേ ഇക്കുറി സുഗതന് വേണ്ടി മേയർ ഉൾപ്പെടെയുള്ളവർ പോകുമ്പോൾ അവിടെ എന്താണ് ചെന്നിത്തല സ്വീകരിക്കുന്ന നിലപാട് എന്നതുകൂടി പ്രസക്തമാണ്. എന്തായാലും നിലവിൽ സംഘപരിവാർ ക്രിമിനലിന്റെ അറസ്റ്റിൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നിയമം നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്കും തള്ളിപ്പറഞ്ഞ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെയും മനോഭാവങ്ങളും അവർക്ക് ആരോട് വിധേയത്വമുണ്ടെന്ന് ജനം തന്നെ പരിശോധിക്കും.